കർത്താവിന്റെ അതിപരിസ്ഥമാണ് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകും. പ്രൈസ് ലോർഡ്. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് താഴ്വരകളിലെ താമരപ്പൂ എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ നാം ദൈവവചനം പോയിരിക്കുമ്പം പകൽ വിരിയുന്ന പുഷ്പങ്ങളുമുണ്ട്, രാത്രിയും വിരിയുന്ന പുഷ്പങ്ങളുമുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പം രാത്രിയും പകലും വിരിയുന്ന പുഷ്പങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രത്യേകതയും ഗുണങ്ങളും സൗരഭ്യവും വ്യത്യസ്ത നിലകളിലാണ്. ഹല്ലേലൂയ. അപ്പം പകലിൽ വിരിയുന്ന പുഷ്പങ്ങൾക്കെല്ലാം രാജ്ഞി റോസപ്പൂവാണ്. രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങളുടെ രാജ്ഞി എന്ന് പറയുന്നത് താമരയാണ്. ഈശ്വരം. അപ്പം പകലിൽ വിരിയുന്ന പുഷ്പങ്ങളുണ്ട്, രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങളുമുണ്ട്. ഹല്ലേലൂയ. താമരപ്പൂ പോലുള്ള പുഷ്പങ്ങളെല്ലാം രാത്രി നേരത്തിലാണ്, രാത്രി സമയങ്ങളിലാണ് അത് വിരിയുക. ഈ പുഷ്പങ്ങൾ വെണ്മയമായ, വളരെ വെണ്മയുള്ള ഹല്ലേലൂയ നിലയിലാണ്, വെണ്മ നിറഞ്ഞൊരു അനുഭവത്തിലൂടെ ആണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്. രാത്രി വിരിയുന്നതിനൊക്കെ മാത്രമല്ല വളരെ സുഗന്ധം ഈ രാത്രി വിരിയുന്ന പുഷ്പങ്ങൾ കൊടുക്കും. പ്രൈസ് ലോർഡ്. അതിന്റെ വാസന സകല ജനങ്ങളെ ആകർഷിക്കും. ഹല്ലേലൂയ. രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങളുടെ വാസന പുലരുമ്പോഴത്തേക്കും, മനുഷ്യൻ ഉണർന്നു വരുമ്പോഴത്തേനും മനുഷ്യരുടെ ഹൃദയത്തെ അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ വശീകരിക്കുന്ന വിധത്തിലുള്ള സൗരഭ്യം നമ്മുടെ വീടിനുള്ളിൽ പോലും കടന്നു വരും. പ്രൈസ് ലോർഡ്. അപ്പൊ താമരപ്പൂ ഇരിക്കുന്ന താമരപ്പൂ വിരിയുന്ന ഹല്ലേലൂയ ആ സ്ഥലങ്ങളിലേക്ക് താമരപ്പൂവിന്റെ മണം, സുഗന്ധം, ആ സൗരഭ്യം കേട്ട് ദൂരത്തു നിന്ന് പോലും വണ്ടുകൾ ഹല്ലേലൂയ പറന്നെത്തുമെന്നാണ്. പ്രൈസ് ലോർഡ്. കാരണം താമരപ്പൂവിന് അത്രമാത്രം മറ്റുള്ളതിനെ കവർന്നെടുക്കാനുള്ള ശക്തിയുണ്ട്, അത്ര സൗരഭ്യമുള്ളതാണ്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം നമ്മുടെ കർത്താവിനെ താഴ്വരയിലെ താമരപ്പൂവിനോട് ചേർത്ത് പിടിക്കുമ്പോൾ പ്രൈസ് ലോർഡ്, നമ്മുടെ കർത്താവ് ദൂരത്താണ്, അഥവാ സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിലും ഭൂമിയിലായിരിക്കുന്ന നമ്മളുടെ അരികിലേക്ക് എത്തുവാൻ താമരപ്പൂ സുഗന്ധം പകരുന്ന പോലെ, സൗരഭ്യം പകരുന്ന പോലെ ദൂരത്തിരുന്നാലും അവന് നമ്മെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലാണ് നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് താമരപ്പൂവാണ്, താഴ്വരയിലെ താമരപ്പൂവാണ്. നമ്മൾ അവന്റെ ശിഷ്യങ്ങളാണ്. അപ്പം താമരപ്പൂവിന്റെ വാസന മയിലുകൾക്കപ്പുറത്തുള്ള വണ്ടിനെ ആകർഷിച്ച് വരുത്തുന്ന പോലെ നമ്മുടെ കർത്താവിന്റെ സൗരഭ്യമാണ് നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവം പകൽ വിരിയുന്ന പുഷ്പങ്ങളെയും രാത്രി വിരിയുന്ന പുഷ്പങ്ങളെയും രണ്ടായിട്ട് നമുക്ക് വെളിപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ ദൈവം എല്ലാത്തിനും വേർതിരിവ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. രാത്രിയിൽ വിരിയുന്ന താമരപ്പൂവിന്റെ വെണ്മ അത് വിശുദ്ധിയെ കാണിക്കുക. രാത്രി വിരിയുന്ന താമരപ്പൂവിന്റെ വെണ്മ അത് വിശുദ്ധിയെ കാണിക്കുക. അതിന്റെ സുഗന്ധം, വാസന രാത്രിയിൽ കവർന്നെടുക്കുന്ന ആത്മാക്കൾക്ക് സമമായിരിക്കുന്നുവെന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ രാത്രി താമര വിശുദ്ധിയെ കാണിക്കുന്നു. അതിന്റെ സുഗന്ധം, വാസന പ്രാർത്ഥനയായി കവർന്നെടുക്കുന്ന ആത്മാക്കൾക്ക് സമാനമാണ്. പ്രൈസ് ലോർഡ്. ആ താമരപ്പൂവിന്റെ ആകൃതി ഒരു കാഹളത്തിന്റെ ആകൃതിയാണ്. താമരപ്പൂവിന്റെ ആകൃതി എങ്ങനെയാണ്? കാഹളത്തിന്റെ ആകൃതിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ കുളങ്ങളിലൊക്കെ പോയാൽ, വലിയ കായലുകളിലൊക്കെ ചെന്നാൽ ഉണ്ടെന്നാണ്, കുളങ്ങളിലൊക്കെ ഉണ്ട്, താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കാഹളം പോലെ വിരിഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ. കാഹളം പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആ താമരപ്പൂ അതെപ്പോഴും ആകാശത്തെ നോക്കിയാണ് വിടരുന്നത്. ആ കാഹളം ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിലേക്ക് ദൈവജനങ്ങളെ ഒരുക്കുന്ന, അഥവാ ദൈവജനത്തെ എപ്പോഴും ഒരുക്കിയെടുക്കുവാൻ കാഹളം ഏത് സമയം ധ്വനിക്കുന്നോ ആ സമയത്ത് ഹല്ലേലൂയ നാം കർത്താവിനോട് കൂടെ എടുക്കപ്പെടാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഈ താമരപ്പൂ കാഹളം പോലെ അത് ആകാശത്തിലേക്ക് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ നമ്മളെപ്പോഴും ആ കാഹളനാദം കേൾക്കാനുള്ള ഒരുക്കമായിരിക്കണം. പ്രൈസ് ലോർഡ്. നമുക്കതിന് കഴിയണമെന്നുള്ളതാണ്. ഹല്ലേലൂയ.
നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളും ലോകത്തിന്റെ സുഖങ്ങളും ഒക്കെ നോക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. മനുഷ്യൻ ഇവിടെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആമി പുളച്ചു മതിച്ച് ജീവിച്ച് ഉറങ്ങി പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കി, തല്ലുണ്ടാക്കി, രാഷ്ട്രീയത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി തീവ്രവാദം, ഭീകരവാദം, വർഗീയതയൊക്കെ വളർത്തി, മനുഷ്യനെ രക്തച്ചൊരിച്ചിൽ നടത്തി, ജാതി ആക്ഷേപം നടത്തി, ജാതിയുടെ പേര് പറഞ്ഞ് നമ്മളുകളിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് നടന്നത്, ദന്തൽ മെഡിക്കൽ കോളേജ്, ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് ഒരു കൊച്ചങ്ങ് ആത്മഹത്യ ചെയ്തു. ഈ ഭൂമി മനുഷ്യനങ്ങനെ മനുഷ്യൻ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ പലരും എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ ഇവ സവർണ അവർണ മേധാവിത്വം അല്ലേ. എന്നാൽ സനാതന നിയമമൊക്കെ കൊണ്ടുവന്ന് ഭൂമിയിൽ എന്തൊക്കെയോ ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കിരാതന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് താഴ്വരയിലെ താമരപ്പൂ കാഹളം പോലെ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും ആകാശത്തിലേക്ക് നോക്കിയിരിക്കണം. കർത്താവിന്റെ കാഹളം മുഴുവൻ സമയമായി. ഇവിടെ അടിക്കുന്നവരടിക്കട്ടെ, ഇവിടെ തമ്മിൽ തന്നെ തല്ലട്ടെ, അവരെന്തെങ്കിലും വളർന്നു, നമുക്കതിനകത്ത് പങ്കുണ്ടാകരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, ക്രൈസ്തവ സമൂഹത്തിന് അതിനോട് പങ്കുണ്ടാകരുത്. അവർ രാഷ്ട്രീയം കളിച്ചാലും രാഷ്ട്രീയത്തിന് ഇടകല്ലെന്നാലും അവർ യുദ്ധം ചെയ്താലും യുദ്ധശ്രുതികൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും ദൈവമക്കൾ എപ്പോഴും കാഹളം കേൾക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. പ്രൈസലോ. ഇത് താൽക്കാലികമാണ് ഈ ലോകം. ഇവിടെ നമുക്ക് ഒരിക്കൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, രണ്ടാമതൊരു ജീവിതമില്ല. പിന്നെ ആരോ മരമണ്ടന്മാരൊക്കെ പറയുന്നത് കേൾക്കാം, രണ്ടാമതൊരു പുനർജന്മമുണ്ട്. ആ പുനർജന്മത്തിൽ നമ്പൂതിരിയോ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ക്രൈസ്തവർ ഉന്നത ജാതി അങ്ങനൊന്നും ഇല്ല കേട്ടോ. രണ്ടാമതൊരു ജന്മമില്ല. മരണത്തോടു കൂടി മനുഷ്യന്റെ അവസാനം ഇവിടെ. ഒരു മനുഷ്യൻ ഈ ഭൂമി ജനിച്ച് അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80, ഒരുപക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്ന കാലഘട്ടമാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്ന അനവധി കൊലപാതകങ്ങൾ ലോകത്തിൽ ഓരോ ഹോസ്പിറ്റലുകളിലും വർദ്ധിക്കുന്നു. അതിന് ഓരോ ഡോക്ടർമാരും നഴ്സുമാരും സാക്ഷ്യപ്പെടുന്ന അനവധി കുട്ടികൾ അടക്കമുള്ളവർ ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ ഗർഭസ്ഥ ശിശുവിനെ കൊന്നതിന്റെ പേരിൽ കൊലപാതകികളായി ദൈവമുമ്പാകെ നീതിയില്ലാതെ നിൽക്കുന്നവരാണെന്ന് ചിന്തിക്കണം. അങ്ങനെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ കൊല്ലുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് ഈ ഭൂമിയിൽ ഇനിയും 100 അതിലധികം വയസ്സ് ജീവിച്ചാലും അതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചു. മരിക്കുമ്പോൾ ഈ ജഡം ഭൂമിയിലേക്ക് ചേരുന്നു. മരണാനന്തരം ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ശ്വാസമുണ്ടല്ലോ, ജീവൻ അല്ലേ, അത് ദൈവസന്നിധിയിലേക്ക് എത്തുന്നു. അല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോകത്തെ അല്ല നമ്മൾ അനുകരിക്കേണ്ടത്, ദൈവത്തെ അനുകരിക്കണം. ഇവിടെ മദ്യം കുടിച്ചും ലഹരി പിടിച്ചും സുബോധം നഷ്ടപ്പെട്ട് തലയ്ക്ക് ഭ്രാന്തി പിടിച്ച ഭ്രാന്തന്മാരെ പോലെ വീട്ടിൽ വന്ന് ഭാര്യമാരുടെ മെക്കിട്ട് കീർന്ന അനവധി സഹോദരന്മാരുണ്ട്. കള്ളു കുടിക്കുക, ചാരായം കുടിക്കുക, ബ്രാൻഡ് കുടിക്കുക, ഉള്ള വിഷം മുഴുവൻ മേടിച്ച് കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങാടിയെ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ ഭാര്യമാരുടെ മെക്കിട്ട് കീറുക. അല്ലേലിയ. വഴിയിലിരിക്കുന്ന ചെണ്ടക്കിട്ട് ആർക്ക് വേണമെങ്കിലും പൊട്ടിച്ചു പോകാന്ന് പറഞ്ഞിട്ട് കള്ളു കുടിച്ച് സഹോദരന്മാർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഭാര്യമാര് ചെണ്ട പോരാ, കൊട്ടാവിടെ കൊട്ട് തന്നെയാ. ഇതൊക്കെ എത്ര കാലമാണ് നമ്മൾ കാണുന്നതല്ലേ. എന്റെ സഹോദരൻ, നിനക്ക് താൽക്കാലിക ജീവിതമാണ്. നീ എടുക്കുന്ന ശ്വാസം നീ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ നിന്റെ അവസാനം ഇവിടെ സംഭവിച്ചു. നീ അഹങ്കരിക്കരുത്, നെകളിക്കരുത്. അല്ലേലിയ. നിനക്ക് എന്തോ ഉണ്ട്, നിനക്കെന്തോ കഴിവ്, നീ എന്തോ പൊളിയാണ്, നീ അങ്ങ് നിന്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് നിന്റെ പഴയ ആ മഹിമയൊക്കെ പറഞ്ഞ് ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞങ്ങളുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് നീ അഹങ്കരിക്കാതെ നീ മാനസാന്തരം മടങ്ങി വന്ന് താഴ്വരയിലെ താമ്പരപ്പൂ കാഹളം പോലെ വിരിഞ്ഞ് സ്വർഗത്തേക്ക് നോക്കിയിരിക്കുന്നത് പോലെ നീ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശ വരവിനായി നീ ഒരുങ്ങണം. ഇല്ലെങ്കിൽ നിന്റെ അവസാനം നരകക്കടലില്ല. നീ നിന്റെ കുടുംബം നരകത്തിലേക്ക് പോകും. നീ കേൾക്കാൻ വേണ്ടിയിട്ട്, നീ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ വചനം പ്രസംഗിക്കുന്നത്. അല്ലേലിയ. അല്ലാതെ കുറച്ച് കള്ളുകുപ്പി വീട്ടിൽ മേടിച്ചു കൊണ്ടുവച്ച് ഭാര്യയ്ക്കും കൊടുത്ത് മക്കൾക്ക് കൊണ്ട് അയൽവാസിയും വിളിച്ച് കൂട്ടുകാരെയും വിളിച്ച് കൊടുത്തിട്ട് അടിച്ചു കൂത്താടി നടക്കുന്നു. നല്ല സഹോദര ജീവിതം എന്ന് പറയുന്നത്, നല്ല സഹോദരി ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം. പ്രൈസലോ. അല്ലേലിയ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കും, പുഷ്പങ്ങളെ ശാരൂനിലെ പനിനീർ പുഷ്പം എന്നും താഴ്വരയിലെ താമരപ്പൂ എന്നും രണ്ടായിട്ട് ദൈവം വേർതിരിച്ചു. ശാരൂനിലെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമര പോലെ രണ്ടായിട്ട് വേർതിരിച്ചു ദൈവം. അങ്ങനെ കാലങ്ങളെ തിരിച്ചു, പകലെന്നും രാത്രിയെന്നും വേർതിരിച്ചു.
അല്ലേ? പകലെന്നും രാത്രിയെന്നും വേർതിരിച്ചു. ദൈവം എല്ലാം വേർതിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാം വാക്യം വായിക്കും, ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലത് എന്ന് കണ്ടു. ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. അപ്പൊ ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു എന്നാണ്. അല്ലേലിയ. ദൈവം അല്ലെങ്കിൽ വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. അല്ലേയ. വീണ്ടും വെളിച്ചം. ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർതിരിവാകട്ടെ അല്ലേലിയ എന്ന് കൽപ്പിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പം വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ അതും സംഭവിച്ചു. അല്ലേലിയ. അതും സംഭവിച്ചു. വിധാനത്തിന് ദൈവം ആകാശമെന്നും എന്ത് പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുവായെന്ന. അങ്ങനെ ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിനും ദൈവം രണ്ടായിട്ട് വേർതിരിച്ചു. എല്ലാം രണ്ടായിട്ട്. അതുകൊണ്ടാണ് ഷാരൂരിന്റെ പനനീർ പുഷ്പം താഴ്വരയിലെ താമരപ്പൂവുമായി പുഷ്പങ്ങളെ രണ്ടായിട്ട് തിരിച്ചു. എല്ലാം രണ്ടായിട്ട് തിരിച്ചു. അല്ലേറിയ. ഇവിടെ മനുഷ്യനെ ദൈവം രണ്ടായിട്ട് തിരിച്ചു. ലോക മനുഷ്യനും ആത്മീയ മനുഷ്യനും എന്നുള്ള രണ്ട് തിരിവുണ്ട് ഇവിടെ. ഈ ലോകത്തിൽ ഒരുപാട് ലോകമനുഷ്യരുണ്ട്. കാരണം ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഇവിടുത്തെ സുഖലോലുപത്തിൽ വീണ് ഇവിടെയാണ് എല്ലാം ജീവിതം, ഇവിടെയാണ് സ്വർഗവും നരകവും എന്ന് പറയുന്ന അനവധി ദൈവമില്ലാത്ത മൂടന്മാരുണ്ട്. ലേരിയ. സ്തോത്രം. നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാരും അനവധി സംവാദകന്മാരും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും അനവധി കോടീശ്വരന്മാരും പേരും പ്രശസ്തി പെരുവി പാരമ്പര്യമൊക്കെ പറഞ്ഞു നിൽക്കുന്ന അനവധി ആളുകൾ, അനവധി ജനപ്രിയ നായകന്മാർ, ജനപ്രിയ നായികമാരൊക്കെ ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ, അല്ലേരി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെയും ജീവിതം താൽക്കാലികമാണ്. ലോകമനുഷ്യൻ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ നിന്നും ദൈവം നിന്നെ വേർതിരിച്ചുക. അങ്ങനെ ഒരുപാട് ജനപ്രിയ നായകന്മാരുടെ മുമ്പിൽ നിന്നാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് താഴ്വരയിലെ താമരപ്പൂ പോലെ അത് മുകളിലോട്ട് കാഹളം പോലെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ നോട്ട സ്വർഗത്തിലേക്ക് ആയതുപോലെ ദൈവം നിന്നെ വേർതിരിച്ച് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുക. കാഹളം ധ്വനിക്കുന്നത് കേൾക്കുമ്പോൾ നീ കർത്താവിലൂടെ എടുക്കപ്പെടാൻ. പ്രൈസ്. നമ്മൾ ലോകത്തെ അനുകരിക്കരുത്. ചിലരൊക്കെ ലോകത്തെ അനുകരിക്കും, സിനിമാ നടന്മാരെ അനുകരിക്കും, രാഷ്ട്രീയക്കാരെ അനുകരിക്കും, അങ്ങനെയൊക്കെ പലരും അംഗീകരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി പെന്തക്കോസ്ത് പാസ്റ്റർമാർ, അനവധി പെന്തക്കോസ് വിശ്വാസികൾ പാടിയ പാട്ടും അവർ ആരാധനയോടെ അന്യഭാഷയൊക്കെ കേട്ടുപഠിച്ച് അത് പഠിച്ചിട്ട് വലിയ മിമിക്രികളും ഫാഷൻ പരേഡുകളും പിന്നെ പിന്നത്തെ റിയാലിറ്റി ഷോയും ഒക്കെ നടത്തിയവരുണ്ട്. പാരഡിയൊക്കെ ഇതായിരിക്കും എല്ലാം പേര് പറയും. അങ്ങനെ നടത്തിയവരൊന്നും ഇന്ന് ഉലകത്തിൽ എന്ന് ഓർത്തണം. ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് അതുകൊണ്ട് നീ പണം ഉണ്ടാക്കി ഇവിടെ ജഡീയനായി ജീവിച്ച സഹോദര സൗരി, നിന്റെയൊക്കെ മുമ്പേ അനവധി ആളുകൾ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോയി. ഇന്നും നീ ദൈവനാമത്തെ ദുഷിക്കുന്ന ലോകമനുഷ്യനായി കാഹളനാദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിൽ പരിഹസിക്കുമ്പോൾ നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി ഭയാനകമാണ്. അല്ലേലിയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയെ അപമാനിച്ച് എത്ര എണ്ണം ഈ ലോകത്ത് സ്വയം ആത്മഹത്യ ചെയ്തു. പണം ഉണ്ടാക്കിക്കും നീ, പക്ഷേ ദൈവനാമത്തെ ദുഷിച്ചുകൊണ്ടാകരുത്, പരിശുദ്ധാത്മാവിനെ ദുഷിപ്പിച്ചുകൊണ്ടാകരുത് നീ പണം ഉണ്ടാക്കുന്നത്. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എടുത്തു വെച്ച്, വേദപുസ്തകത്തിലെ തിരുവചനം എടുത്തു വെച്ചുകൊണ്ട് ദൈവം വേർതിരിച്ച ദൈവമക്കളും ദൈവദാസന്മാരും പറയുന്ന ആരാധന നീ കോപ്പിയടിച്ചിട്ട് അത് ലോകത്തിന് മുമ്പിൽ കോമഡിയായിട്ട് പോകുമ്പോൾ അതിൽ കൂടെ നീ പണം ഉണ്ടാക്കിയാൽ നിനക്ക് അധികം കാലം ഉണ്ടാകത്തില്ല. ഒന്നെങ്കിൽ നിന്റെ അപകടം മരണം, അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നീ ഏതെങ്കിലും വിധത്തിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം സംഭവിച്ചിരിക്കും. നിങ്ങൾ മുൻകാല ചരിത്രം പഠിച്ചു നോക്കാൻ. ചിലർക്കൊക്കെ മരണമില്ലാതെ ഇന്നും വൈകല്യങ്ങളായിട്ടിരിപ്പുണ്ട്. പ്രൈസലോ. പണം ഉണ്ടാക്കി. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താ? ഇതൊന്നും പറയുന്നത് ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞ പോലെ ലോക മനുഷ്യനും ആത്മീയ മനുഷ്യനും നീ ലോകമനുഷ്യരെ പോലെ ആകരുത്. ഷാരൂരിലെ പനനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും എന്ന ദൈവം ദൈവം എല്ലാത്തിനെയും രണ്ടായിട്ട് വേർതിരിച്ചതുപോലെ ദൈവം നമ്മെ വേർതിരിച്ചുകൊണ്ട് നിർത്തിയിരിക്കുക. അപ്പൊ നീ എവിടെയാണോ നിൽക്കുന്നത്? ലോകത്തോടു കൂടെയാണോ അതോ ദൈവത്തോടു കൂടെയാണോ? അല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തെ എത്രമാത്രം നമ്മൾ ചിന്തിക്കുവാൻ കഴിയണം. അപ്പം ദൈവം എല്ലാത്തിനെയും രണ്ടായിട്ട് തിരിച്ചു. അല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അല്ലേലൂയ.
യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ആമേ സ്തോത്രം. 3-1 പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നീക്കോദീമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ ഈ നീക്കോദീമോസ് എന്താ? രാത്രിയിലെ ശിഷ്യനാണ്. പകലുള്ള ശിഷ്യന്മാരുമുണ്ട്, രാത്രിയുള്ള ശിഷ്യന്മാരുമുണ്ട്. നീക്കോദീമോസ് രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അരിമത്തിയിലെ യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 19-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു. 19-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തേക്ക്, അനന്തരം യഹൂദന്മാരെ പേടിച്ച് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസേഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിന്റെ അനുവാദം ചോദിച്ചു. ഇത് രഹസ്യ ശിഷ്യനാണ്. ഇപ്പൊ രാത്രിന്റെ ശിഷ്യനുമുണ്ട്, പകലത്തെ ശിഷ്യനുമുണ്ട്, യേശുവിന്റെ രഹസ്യ ശിഷ്യനും. അപ്പൊ എല്ലാത്തിനും ദൈവം ഒരു പ്രത്യേകമായ വേർതിരിവ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണ്? നമുക്കൊരു സുബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയിൽ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. അപ്പൊ ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ പ്രയോജനം. അപ്പൊ എല്ലാത്തിനും ദൈവം വേർതിരിവ് വെച്ചില്ലേ? അതല്ലേ ഉത്തമികതൻ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചെത്തും. ശാരോനിലെ പരമപുഷ്പവും താഴ്വരയിലെ താമരപ്പൂ എന്ന് പറഞ്ഞ പോലെ എല്ലാം ദൈവം വ്യത്യസ്തമാണ്. എല്ലാത്തിനും വേർതിരിവുണ്ട്. അത് പക്ഷികളിലും വേർതിരിവുണ്ട്. അമേരലിയ. രാത്രിയിൽ പറക്കുന്ന പക്ഷികളുണ്ട്, രാത്രിയിൽ ഇരതയിടുന്ന പക്ഷികളുണ്ട്, പകലിരതയിടുന്ന പക്ഷികളുണ്ട്. രാത്രിയിൽ ഇരതയിടിയിട്ട് പകൽ അവന്റെ കൂട്ടിൽ വസിക്കുന്ന പക്ഷികളും, പകൽ ഇരതയിടിയിട്ട് രാത്രിയിൽ അത് ചേക്കേറുന്ന പക്ഷികളുണ്ട്. പകൽ ഇരതയിടുന്ന മൃഗങ്ങളുമുണ്ട്, രാത്രി ഇരതയിടുന്ന മൃഗങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം വെവ്വേറെയാണ്. സ്തോത്രം. അങ്ങനെ എല്ലാത്തിനും ദൈവം വ്യത്യസ്തം. അങ്ങനെയാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വേർതിരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ലോക മനുഷ്യനും ആത്മീയ മനുഷ്യനും എന്നുള്ള നിലയിൽ നമ്മളെ ദൈവം കാണാതെ ദൈവം നമ്മെ ദൈവത്തിൻ്റെതായിട്ട്, ദൈവത്തിന്റെ മകനായിട്ട്, ദൈവത്തിന്റെ മകളായിട്ട് നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചിട്ട് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു എന്നാണ് റോമലേഖന 8:15 വായിക്കുന്നത്. നീ വേർപെട്ട ജീവിതമാണോ? ഹല്ലേലൂയ. അടിച്ച് കുടിച്ച് പുളച്ച് മതിച്ച് ലഹരിക്കടിമയായി സുബോധം നഷ്ടപ്പെട്ടിട്ട് എന്തും വിളിച്ചു പറയുന്ന, ഏത് കാടത്തരും വിളിച്ചു പറയുന്ന അനുഭവത്തെ ആളുകളുണ്ട്. സ്തോത്രം. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലുണ്ട്. കള്ളപ്രവാചകന്മാരുമുണ്ട്, നല്ല പ്രവാചകന്മാരുണ്ട്. കള്ളപ്രവാചികമാരുമുണ്ട്, നല്ല പ്രവാചികമാരുമുണ്ട്. കള്ള ഇടയന്മാരുമുണ്ട്, കള്ള അപ്പോസ്തലന്മാരുണ്ട്, നല്ല ഇടയന്മാരുണ്ട്, നല്ല അപ്പോസ്തലന്മാരുണ്ട്. യേശു പറഞ്ഞാൽ നല്ല ഇടയനാണ്. അപ്പം ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. എന്നാൽ ആടുകളെ രക്തം ഊറ്റി കുടിക്കുന്ന വ്യാജ ഇടയന്മാരുമുണ്ട്. ഹല്ലേലൂയ. ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ നോക്കിയാലും പാസ്റ്റർമാര്, നല്ല പാസ്റ്റർമാർ, ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന പാസ്റ്റർമാരുണ്ട്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചിരിക്കുന്ന പാസ്റ്റർമാരുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇടയിലും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചവരുമുണ്ട്, ആത്മാവിൽ നിറയപ്പെട്ടു. അത് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നോക്കി, ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഇടയിൽ നോക്കിയാലും, ക്രൈസ്തവ വിശ്വാസികളെ ഏത് മേഖലയിൽ, ക്രൈസ്തവ വിഭാഗത്തെ മൊത്തം എടുത്തിട്ട് ഞാൻ പറയട്ടെ, എല്ലാ വിഭാഗത്തിൽ നോക്കിയാലും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചവരുമുണ്ട്, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുമുണ്ട്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരോടൊപ്പമാണ്? ലോകത്തോടൊപ്പമാണോ ദൈവത്തോടൊപ്പമാണോ? ഹല്ലേലൂയ. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. താഴ്വരയിലെ താമരപ്പൂ രാത്രിയിൽ വിരിയുമ്പോൾ അത് സൗരഭ്യം, അത് ദൂരെ കിടക്കുന്ന വണ്ട് പോലും കേട്ടുണർന്ന് അതിന്റെ അരികിലേക്ക് ഈ താമരപ്പൂവിലേക്ക് വരുന്നു. അതുപോലെ താമരപ്പൂ വിരിഞ്ഞ് കാഹളം പോലെ സ്വർഗത്തേക്ക്, ആകാശത്തേക്ക് നോക്കി ഇരിക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ലോകത്തെ വിട്ട്, ലോകമോഹം വിട്ട്, ലോക ഇമ്പങ്ങൾ വിട്ടിട്ട്, ലോക ചെടികിത വിട്ടിട്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ കാഹളം കേൾക്കുവാൻ നീ ഏത് സമയത്ത് ഒരുക്കമുള്ളവനായിരിക്കും. ലോകത്തെ നീ വിടണം. ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്.
ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് സുഖം കിട്ടും, ലോകത്തിൽ ഒരുപാട് സുഖലോലുപ ജീവിതം കിട്ടും. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തിന് ഉന്മാദം തരുന്ന, ജഡത്തിന് ആശ്വാസം തരുന്ന, ജഡത്തിൽ സന്തോഷം തരുന്ന, ജഡത്തെ സുഖിപ്പിക്കുന്ന അനവധി പ്രലോഭനങ്ങൾ, ആശകൾ, ഇച്ഛകൾ, മോഹങ്ങൾ, സന്തോഷങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജഡത്തിലേക്ക് സംഭവിക്കാം. അല്ലേലിയ. ഇതൊക്കെ നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ ഓർത്തോണം, നിന്നെ ദൈവം വേർതിരിച്ചതാണ്. ആ വേർതിരിവിനകത്ത് നീ ഉറച്ചു നിന്നോണം. അല്ല ആ വേർതിരിവിനകത്ത് നിൽക്കാതെ നീ ലോകത്തെ ആകർഷിച്ച നീ നരക കടലിലേക്ക് എത്തും. പ്രൈസലോ. ഇന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ചിലവർ ഞങ്ങൾക്ക് ലോകവും വേണം, ഇതും വേണം. അല്ലേലിയ. ചിലർക്ക് ആത്മീയതയും വേണം എന്ന് പറഞ്ഞ് ഇരുതോടി കാലി വെക്കുക, ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുക, അവിടെയും പോണം ഇവിടെയും പോണം, അവിടെ ഇവിടെയും കൂടെ നിൽക്കുക. ചിലർ പാരമ്പര്യം വിടത്തില്ല. ചിലർക്ക് എന്നാലും യേശുവിനെ വേണം, എല്ലാം വേണം. ചിലർക്ക് എല്ലാ ആചാരങ്ങളും വേണമെന്ന്. അപ്പൊ തന്നെ കർത്താവിന്റെ ദൈവസഭ എന്ന് പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, നാടപ്പെട്ടവരാ. അവനെ അടുത്ത ആഴ്ച അപ്പുറത്ത് നോക്കി അവിടെയും കാണാം. അങ്ങനെ വ്യാജമുഖം ആട്ടും തോലണിഞ്ഞ ചെന്നായ്ക്കുള്ള വേഷം കെട്ടിയ അനവധി ആളുകൾ ദൈവസഭയ്ക്കകത്ത് ഞങ്ങളുടെ ഇടയിലും ഉണ്ട്. അല്ലേലിയ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാമെന്ന് തോന്നുന്നു എൻ്റെ പ്രശ്നമല്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റൂ, പറയണ്ടേ. കർത്താവ് വരാൻ സമയമായില്ലേ, യേശു വരാൻ സമയമായില്ലേ. ഈ ഭൂമിയിൽ എല്ലാത്തിനെയും കർത്താവ് വേർതിരിച്ച് കാണുമ്പോൾ, എല്ലാം വെവ്വേറായിട്ട് കാണുമ്പോൾ, എല്ലാത്തിനും വെവ്വേറായിട്ട് കാണിച്ചു തന്നതിന്റെ കാരണം എന്താ? ദൈവമക്കൾ എല്ലാത്തിനും വേർവിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കരയും കടലിനെയും, അല്ലടിയ രാത്രിയും പകലെയും, ആകാശത്തെയും താരത്തെയും, മേളിലുള്ള വെള്ളവും കീഴുള്ള വെള്ളവും, രാവും പകലും, മൃഗങ്ങളുടെ ഇടയിലും പക്ഷികളുടെ ഇടയിലും മനുഷ്യരുടെ ഇടയിലും എല്ലാം വേർതിരിവ് എല്ലാം രണ്ടായിട്ട് കാണിച്ചത് എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലേലിയ. അപ്പോൾ റോസപുഷ്പം അല്ലേയ പരസ്യ ക്രിസ്ത്യാനികളെ കുറിക്കുന്നതാണ്. ഈ റോസപുഷ്പം പരസ്യ ക്രിസ്ത്യാനികളെ ആമെ കുറിക്കുന്നു. താമരപ്പൂവ് അതിന്റെ അന്തരംഗം രഹസ്യ ക്രിസ്ത്യാനികളെ കുറിക്കുന്നു. ശാരോനിലെ പനീർപുഷ്പം അത് രഹസ്യ ക്രിസ്ത്യാനികളെയും, താമരപ്പൂവ് ആമയിലെ അന്തരംഗം വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ട രഹസ്യ ക്രിസ്ത്യാനികളെയും എന്ന് പറഞ്ഞാൽ വേർപെട്ട ക്രിസ്ത്യാനികളെ കാണിക്കുന്നതാണ്. ഞാനൊരു ശക്തനായ ദൈവദാസൻ എഴുതിയ പുസ്തകം വായിച്ചു കേട്ടോ. ആ പുസ്തകത്തിൽ കണ്ട ശക്തമായൊരു സന്ദേശം കൂടാ എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചതുകൊണ്ട് ഞാനത് എൻ്റെ ഹൃദയത്തെ സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് മുമ്പേ കടന്നുപോയി അനവധി ദൈവദാസന്മാരുണ്ട്, നമുക്ക് മുമ്പേ കടന്നുപോയി അനവധി ദൈവമക്കളുണ്ടെന്ന്. അല്ലേലിയ. ലോകത്തിൽ നിന്ന് വേർപെട്ട അനവധി ദൈവദാസന്മാരുണ്ട്. നമുക്കറിയാം, സാധു, കൊച്ചുഞ്ഞ്, ഉപദേശി, മാർട്ടിൻ ലൂതർ, വില്യം കീറി തുടങ്ങിയ മാമ ജോർജ് മുള്ളർ, ജോൺ ഹസ് തുടങ്ങിയ അല്ലേലിയ അനവധി ആളുകൾ. ഇതിന് പേര് പറഞ്ഞാൽ തീരാത്ത പോലെ. അല്ലേലിയ അനവധി ആളുകൾ. അല്ലേലിയ. ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേലിയ. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആദിമസഭയുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരടക്കം കർത്താവ് എന്ത് ചെയ്തു? അവരെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു. കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവനായിരുന്ന പത്രോസിനെയും പത്രോസിന്റെ സഹോദരങ്ങളെയും മറ്റു ശിഷ്യന്മാരും യേശു എന്ത് ചെയ്തു? ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് മീൻപിടുത്തക്കാരെന്നുള്ള രീതി മാറ്റിയിട്ട് മനുഷ്യനെ പിടിക്കുന്നവരാക്കി മാറ്റി. അവിടെ ഒരു വേർതിരിവല്ലേ. അല്ലേലിയ. നമ്മളെ ലോകത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് അല്ല, നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ അനുയായികളായി ദൈവം നമ്മെ വേർതിരിച്ചില്ലേ. ലേലിയ. അതുകൊണ്ട് നമ്മളിപ്പോഴും കാഹളം ധരിക്കും എന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ ഈ ഭൂമിയിൽ കാതോർത്തിരിക്കണം. കാതുകൊണ്ടല്ല കാഹളം കേൾക്കുന്നത് കേട്ടോ. ചിലരൊക്കെ ഓർക്കുന്ന കാഹളം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വലിയ അനൗൺസ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കാതുകൊണ്ടാണ് കേൾക്കുന്നത്. വലിയ അനൗൺസ്മെന്റ് വരുന്നു, വലിയ ശബ്ദങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ബൈക്കിലൊക്കെ ചില പിള്ളേരെ കേൾക്കുമ്പോൾ അടിച്ച് തീർപ്പിച്ച് ഭയങ്കര ശബ്ദ കോലാഹലമൊക്കെ ഉണ്ടാക്കി ചില കാറും വണ്ടിയൊക്കെ പോകുന്നത്, ചില വണ്ടിയുടെയും ചില കാറിന്റെയും ബൈക്കിന്റെയും ഉള്ളിൽ തീ മാറിച്ചുകൊണ്ട് ഭയങ്കര കോലാഹലം സൃഷ്ടിച്ച് നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കും. വലിയ കാഹളം അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെല്ലി നീക്കുന്ന സ്വർഗത്തിലെ കാഹളം അങ്ങനെ കേൾക്കാൻ പറ്റും. കാതുകൊണ്ട് കേൾക്കുന്നതല്ല, സ്വർഗീയ കാഹളം. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് വരുമ്പോൾ അത് ചെവി കൊണ്ടല്ല കേൾക്കുന്നതാണ്, ആത്മാവിലാണ് കേൾക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ദൈവം നമ്മുടെ മനുഷ്യാത്മാവിനെ കൂടെ മാറ്റി വെച്ചിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവിനെ വെച്ചു. അപ്പം ആത്മാവിന് ഒരു വേർതിരിവ് കണ്ടോ. ആത്മാവിന് ഒരു വേറെ, ജഡത്തിന്റെ ആത്മാവിനെ ഒന്ന് മാറ്റിവെച്ചിട്ട് മനുഷ്യാത്മാവിനെ മാറ്റിവെച്ചിട്ട് ദൈവം പറഞ്ഞു, ഈ കുറച്ച് നാൾ നീ എന്റെ ആത്മാവിനെ ധരിക്കുക, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും. അല്ലേലിയ.
മാത്രമല്ല ജഡത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു നമുക്കുള്ളിൽ. ഗലാത്യലേഖനം 5:18 വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തി ദുർനടപ്പുകൾ തൊട്ട് താഴോട്ട് 15 പരിപാടി കാണാം. അതിനെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വേർതിരിച്ചിട്ട് ആത്മാവിന്റെ പ്രവൃത്തികളായിരിക്കുന്ന സ്നേഹം, സന്തോഷം 9 ഫലങ്ങളെ വെച്ചു. അല്ലേ? അവിടെയും വേർതിരിവുക. അപ്പൊ ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ ഫലങ്ങളും എല്ലാം ദൈവം വേർതിരിവാന്നേ. അല്ലേ? എന്തിനാണ് ഇതൊക്കെ തന്നത്? നമ്മെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മെ ഒന്ന് ക്രമീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ പെട്ടു പോകരുത്. കണ്ണും കാരി ഉറുക്കി നിന്നെ വിളിക്കുന്ന അനവധി ആളുകളുണ്ട്. കണ്ണും കാരി ഉറുക്കി കണ്ണടച്ച് കാണിച്ച് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന വശീകരിക്കുന്ന അനവധി ആളുകളുണ്ട്. ഇവിടെയൊക്കെ ടൗണിലൊക്കെ പോയതൊക്കെ ഇങ്ങനെ ഓരോന്ന് മൂലയ്ക്ക് വന്ന് പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓരോന്നൊക്കെ മൂലയ്ക്ക് വന്ന് രാത്രിയും പകരം പറ്റിപ്പിടിച്ച് കണ്ണ് കാണിച്ച് കാല് കാണിച്ച് രാവും പകലും ഇല്ലാതെ വിളിച്ച് അറക്കുവാൻ കൊണ്ടുപോകുന്നിടത്തേക്ക് കാളെ കൊണ്ടുപോകുന്നില്ലേ, അറക്കുവാൻ ഉള്ള കാളെ കൊണ്ടുപോകുന്നത് പോലെ ചിലതൊക്കെ പോകുന്നത് കാണാം. കണ്ണും കാലി ഉയർക്കി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വീണ് നിന്റെ അവസാന നിത്യനായ വിധിയിലൂടെ നീ നിത്യ നരകത്തിൽ ചേരും. അല്ലെങ്കിൽ ഇവിടുത്തെ സുഖമൊന്നും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റുന്നതല്ല. സകലത്തെ നീ ത്യജിക്കണം, സകലത്തെ നീ വർജനം ചെയ്യണം. പ്രേക്ഷകരോ, ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറണം. ലോകത്തിന്റെ ശിഷ്യനല്ല, ക്രിസ്തുവിന്റെ ശിഷ്യൻ. സാത്താന്റെ ശിഷ്യനല്ല, നമ്മൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. സാത്താന്റെ ശിഷ്യന്മാരുണ്ട്. സാത്താനി സഭയുണ്ടല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാം 14 ജില്ലകളിൽ സാത്താനി സഭയുണ്ട്. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾക്കകത്ത് 7 കേന്ദ്രപ്രദേശം സാത്താൻ സഭയുണ്ട്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങൾക്കകത്ത് സാത്താന്റെ സഭയുണ്ട്. ഇന്ന് ഓൺലൈനിൽ സാത്താന്റെ സഭകളുണ്ട്. നിന്നെ വശീകരിക്കുവാൻ, നിന്റെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ പിശാച് പല പദ്ധതികളും ആവിഷ്കരിച്ചു വരുമ്പോൾ നീ എന്ത് ചെയ്യണം? അല്ലേലൂയ. കർത്താവിന്റെ സന്നിധിക്ക് നിന്നെ ഈ ലോകത്തിന് വേർതിരിച്ചിട്ട് നീ നിൽക്കണം. അല്ലേലൂയ. മനോഹരമായ 2 പുഷ്പങ്ങളെ ദൈവം വേർതിരിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയാണ്. രക്തക്ഷയം. പ്രൈസലോ. ഇവിടുത്തെ മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് കേട്ടോ. ഇവിടുത്തെ സുഖത്തിന് വേണ്ടി ജീവിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചത് ദൈവ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, ദൈവഹിതത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തെ ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. എല്ലാ വൃക്ഷങ്ങളുടെ ഫലം തിന്നാം. ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന ആളെ നീ മരിക്കും. അപ്പം ആ വൃക്ഷങ്ങളിൽ ദൈവം വേർതിരിച്ചു. തിന്നാവുന്ന ഫലങ്ങളുണ്ട്, തിന്നരുതാത്ത ഫലങ്ങളുണ്ട്. എന്നിട്ട് എന്താ? പാമ്പ് ഇങ്ങോട്ട് വന്ന്, പാമ്പ് ഇങ്ങോട്ട് വന്ന്, സർപ്പം ഇങ്ങോട്ട് വന്ന് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ട് പ്രലോഭനത്തിന്റെ വാക്കുകളാണ്. ഹവ്വയോട് ചോദിക്കുക. ഹവ്വ പറഞ്ഞു, ഉണ്ട്, തിന്നുന്നാളിൽ നീ മരിക്കും, നിന്റെ കണ്ണുകൾ മരിക്കും, തിന്നുന്നാളിൽ മരിക്കുമെന്നില്ല. പ്രാർത്ഥന പറഞ്ഞു, ഇല്ല, തിന്നുന്നാളിന്റെ കണ്ണു തുറക്കുന്ന ദൈവത്തെ പോലെ ആകുമെന്ന്. അല്ലേരിയ. അങ്ങനെ അവൾ മേടിച്ച് തിന്നു. അവിടെ കണ്ണു തുറന്ന് അവൾ അന്ന് തൊട്ട് ദൈവം പോലെ. ഇന്ന് അനവധി മനുഷ്യ ദൈവങ്ങൾ, ആൺ ദൈവങ്ങളും പെൺ ദൈവങ്ങളും ഇന്ന് സ്വരൂപമെടുത്ത് വേഷഭൂഷാദികൾ അടിഞ്ഞ് പ്രച്ഛന്ന വേഷധാരികളായി ഇന്ന് ഒരുപാട് ആൾ ദൈവങ്ങൾ പെരുകിയിരിക്കുന്നു. അതിനകത്ത് അതെ, തുണിയുള്ള ദൈവങ്ങളുണ്ട്, തുണി ഇല്ലാത്ത ദൈവങ്ങളുമുണ്ട്. അല്ലേരിയ. ഇവിടെ ഭാരതം എത്രയാ അതംപതിച്ചു പോയി. കഴിഞ്ഞ കണ്ടില്ലേ? തുണിയില്ലാത്ത ദൈവം അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് UP നിന്ന് കേരളത്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന തിരുവനന്തപുരത്ത് വരെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും പോയി നഗ്നസ്വാമിയും അമ്മയെ മടങ്ങുന്നവരെ കണ്ടില്ലേ? ഏരിയ. എന്നെ കേൾക്കുന്ന ദൈവം നമ്മെ വേർതിരിച്ചത് നമ്മുടെ നഗ്നത മറച്ച് മറ്റുള്ള മുമ്പിൽ നമ്മൾ നിൽക്കുവാനും, നമ്മെ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മെ അവഹേളിക്കാതെ പരിഹസിക്കാതെ, നമ്മുടെ നഗ്നത അവരുടെ മുമ്പിൽ വെളിവാക്കാതെ നമ്മൾ അതിനുവേണ്ടി നിൽക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത്. മനുഷ്യന് വേണമെങ്കിൽ നഗ്നനായി നടക്കാമായിരുന്നു. ഏദൻ തോട്ടത്തിൽ അവർ ദൈവത്തിന്റെ തേജസ്സം നിറയപ്പെട്ട് നടന്നപ്പോൾ നഗ്നനായിരുന്നു. പക്ഷേ അവർക്കത് തിരിച്ചറിവില്ലായിരുന്നു. പക്ഷേ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ കണ്ണു തുറന്നു. അവർ നഗ്നം തിരിച്ചറിഞ്ഞു. അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് അത്തിയിലെ കൂട്ടിത്തുണി അരയാടയുണ്ടാക്കി. വെയിലുദിച്ചപ്പോൾ കാറ്റ് വന്നപ്പോൾ അത് മാടിപ്പോയി. ദൈവം തോട്ടത്തിൽ യാഗം നടത്തി ഒരു തോൽവസ്ത്രം ധരിപ്പിച്ചു. അതുകൊണ്ടാണ് നഗ്നതയുള്ളവനും നഗ്നതയില്ല, നഗ്നതയെ മറച്ച് നടക്കണോ ദൈവം നമുക്ക് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി തന്നത്. ഇപ്പൊ എല്ലാത്തിനെയും ദൈവം വേർതിരിച്ചില്ലേ? ഇന്ന് നമ്മുടെ ജീവിതം എന്താ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മളൊക്കെ ഇന്ന് മാനസാന്തരപ്പെടണം. പ്രവേശം. ജാതികളോട് കൂടെ നീ ഇടകലരരുത്. അവിശ്വാസിയുടെ ഇടയിലാപ്പിട കൂടരുത്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് വസിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവത്തോട് കൂടെ ഇരിക്കണം.
അല്ലെങ്കിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കണം, സർവശക്തി നിഴലിൽ പാർക്കണം, അവനോട് പറ്റിയിരിക്കണം. ലേരിയ സ്തോത്രം. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നത് പോലെ അവന്റെ മാറോട് നീ ചേർന്നിരിക്കാൻ തയ്യാറാകും. ലോകത്തെ നീ ഉപേക്ഷിച്ചിട്ട് മടങ്ങി വരാത്തടത്തോളം കാലം കാഹളം നീ കേൾക്കില്ല. കർത്താവ് വന്നു പോകുന്നത് പോലും നീ അറിഞ്ഞു വരത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവിൻ പിതാവ് ഒരു വേർതിരിവുണ്ടാകട്ടെ. അല്ലെ, ഇവിടെ വചനം പറഞ്ഞത് അമ്മയെ സ്തോത്രം. ഉത്തമഗീതം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് എന്താണ്? ഞാൻ ശാരോനിലെ പനതീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമരപ്പൂവിന്റെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. ഹല്ലേലൂയ ഇരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്ന് അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. കണ്ടോ, ഒരു വലിയ വർണ്ണ. ദൈവം തന്റെ സഭയെക്കുറിച്ചും ദൈവം തന്റെ സഭയെക്കുറിച്ച് വർണ്ണിക്കുന്നതും സഭ മണവാളനെ കുറിച്ച് നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവിടെ നമുക്ക് വ്യത്യസ്ത നിലയിൽ പഠിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 1-ാം വാക്യത്തിൽ ഷാരൂനിലെ പനതീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും താമരപ്പൂവും കാന്ത സ്വയം ചിത്രീകരിച്ചുകൊണ്ട് പ്രിയ ഉപമിക്കുന്നതാണ്. മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുന്ന താമര പൂ എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതായത് പ്രിയ താമരപ്പൂവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കന്യകമാരെല്ലാം വെറും മുള്ളുകൾ മാത്രമാണെന്നാണ്. പ്രിയ താമരപ്പൂവാണെങ്കിൽ മറ്റുള്ള കന്യകമാരെല്ലാം വെറും മുള്ളുകളാണെന്നാണ്. ഒരു രാജകൊട്ടാരത്തിൽ ചെന്നാൽ രാജാവിന് ഒരുപാട് അല്ലെങ്കിൽ പ്രജകളുണ്ട്. രാജകൊട്ടാരത്തിൽ ചെന്നാൽ ആ രാജാവിന് ഒരു മകളുണ്ടെങ്കിൽ അവൾ അടുത്ത രാജ്ഞിയാ. ആ രാജ്ഞി ഒരു താമരപ്പൂവാണെങ്കിൽ ആ രാജ്ഞിയെ ചുറ്റിപ്പറ്റി ഒരുപാട് തോഴികളുണ്ടെങ്കിൽ അവരെല്ലാം മുള്ളുകളാണ്. പ്രൈസലോ. അതാണ് പറയുന്നത് ഇവിടെ പറയുന്നത്. സ്തോത്രം. മുള്ളുകളിൽ ഇരിക്കുന്ന താമരപ്പൂ വിശ്വാസമാണ്. അതായത് പ്രിയ താമരപ്പൂവാണെങ്കിൽ മറ്റുള്ളത് എല്ലാം അല്ലയ്യ വെറും മുള്ളുകളാണ്. അല്ലേ? അപ്പോൾ പ്രിയ പ്രതികരിക്കുന്നത് കാട്ടുമരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മാതകളെന്ന അരത്തുകൊണ്ട് തന്റെ പ്രിയനെ ഉപമിച്ചത് കൊണ്ടാണ് കാട്ടുമരങ്ങളുടെ ഇടയിലിരിക്കുന്ന ഒരു മാതള നാരകത്തോട് ഉപമിച്ചുകൊണ്ട് അവള് പറയുകയാണ് ഞാൻ അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. അല്ലേരിയ അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. അവിടെ പ്രിയനെ കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു മാതള നാരകം പോലെ അതിന്റെ രുചി എന്റെ നാവിന് മധുരമായിരുന്നു. അതുകൊണ്ടാണ് യഹോവ നല്ലവൻ രുചിച്ചറിവൻ എന്ന് പറഞ്ഞ വചനം പറയുന്നത്. കാട്ടുമരങ്ങളിടയിൽ ഒരു കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അത് കാട്ടുമരങ്ങളിടയിലെ നാരകം പോലെ നമ്മുടെ പ്രിയന്റെ ആ മധുരം നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. തുമഗീതത്തിന്റെ വ്യാഖ്യാനത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിത് വായിച്ചാലും നമ്മളിതിന്റെ ചരിത്രങ്ങൾ വായിച്ചാലും ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പ്രിയ പറയാണ് അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രിയന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ അവക്ക് വളരെ ആസ്വാദകരമായിരുന്നു. നമ്മുടെ പ്രിയന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വളരെ ലാവണ്യം. യേശു തന്റെ 12-ാമത്തെ വയസ്സിൽ തന്റെ അമ്മയപ്പന്മാരോടൊപ്പം യെരൂശലേമിൽ ഉത്സവത്തിന് പോയിട്ട് യേശു എന്ത് ചെയ്തു? ദേവാലയത്തിൽ തങ്ങി. അമ്മയപ്പന്മാരും കൂടെയുള്ളവരും വഴി പോന്നു. അവർ 3 ദിവസം നടന്ന് പിന്നെ മകനെ തിരഞ്ഞ് കണ്ടില്ല. അവർ തിരിച്ച് ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ യേശു അവിടുത്തെ ശാസ്ത്രന്മാരുടെ മഹാപുരോഹിതന്മാരുടെ ഇടയ്ക്കിലേക്ക് പ്രവാചകന്റെ പുസ്തകം നിവർത്തി വായിക്കുന്ന അപ്പൊ അവിടെ നിന്ന് അവന്റെ വായിലെ ലാവണ്യ വാക്കുകൾ നമ്മൾ ലൂക്കോസുവിശേഷം 4:22 വായിച്ച കാണുക. അപ്പൊ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ. പ്രിയ നിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നമ്മുടെ കർത്താവിന്റെ വായിലെ ലാവണ്യ വാക്കുകളാണ്. അവൻ ആക്രോശത്തോടെ സംസാരിക്കത്തില്ല, അരാജകത്വത്തെ സംസാരിക്കത്തില്ല, ആശുക്തിയോടെ സംസാരില്ല, അവന് വർഗീയത പറയത്തില്ല, വർഗീയ വിഷം കുത്തിവെക്കത്തില്ല, രാഷ്ട്രീയ സംസ്കാരങ്ങളൊന്നുമില്ല, ഈ ലോകത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊന്നുമില്ല, വേർതിരിവുകളൊന്നുമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും നമ്മുടെ കർത്താവിനില്ല. കർത്താവിന്റെ കർത്താവ് എല്ലാവർക്കും തുല്യ, എല്ലാവരും ലാവണ്യ വാക്കുകളിലൂടെ സംസാരിക്കുന്നവനാണ്.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അതിന്റെ പഴം എന്റെ നാവിന് രുചികരമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രിയന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ അവൾക്ക് ഏറ്റവും ആനന്ദകരമായിരുന്നു എന്നർത്ഥം. നമ്മുടെ കാന്തനായ കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ജനം അവരെ പുകഴ്ത്തി. ഹല്ലേലൂയ, സ്തോത്രം. പുകഴ്ത്തുന്ന ലൂക്കോസ് 4:22 ഞാൻ പറഞ്ഞതിലൂടെ കിടപ്പുണ്ട്. നമ്മുടെ വായിലെ വാക്കുകൾ ലാവണ്യമുള്ളതായിരിക്കണം. നമ്മൾ ലോകക്കാരെ പോലെ സംസാരിക്കരുത്. ഈ ലോകത്തിലുള്ളവരെ പോലെ നമ്മൾ സംസാരിക്കരുത്. ലോകക്കാര് പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരം ഒക്കെ പറഞ്ഞ് അവർ ചൊറിച്ചുമെല്ലും വാക്കുകളും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിന്നെ സന്തോഷിപ്പിക്കുന്ന കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ വശീകരിക്കും. പക്ഷെ നീ പൊട്ടച്ചൊല്ലും കളിവാക്കും ചൊറിച്ചുമെല്ലും ചീത്തത്തരങ്ങളൊന്നും പറഞ്ഞ് ചൊറിച്ചുമെല്ലുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നീ ഈ ലോകത്തിൽ സന്തോഷിക്കാതെ ദൈവം നിന്നെ ജാതികളുടെ വേർതിരിച്ച് സ്തോത്രം വേർതിരിച്ച് നിർത്തിയിരിക്കുമ്പോൾ നീ കർത്താവിന് വേണ്ടി നിൽക്കണം. കാഹളം തുരിക്കുക സമയമായി. താഴ്വരയിലെ താമരപ്പൂ അത് കാഹളം പോലെ വിടർന്ന് ആ സ്വർഗത്തേക്ക് നോക്കി നിൽക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്വർഗത്തേക്ക് നോക്കി ആ കാഹളനാദം കേൾക്കാൻ തയ്യാറായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നത്? ദൈവത്തോട് പോകണം, സാത്താനോട് പോകണം? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ രുചിയാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, അതോ ദൈവിക രുചിയാണ് അനുഭവിക്കുന്നത്? ഈ ലോകത്തിന്റെ ജഡികമായ വാക്കുകളാണോ നിങ്ങൾ കേൾക്കുന്നത്, അതോ ദൈവത്തിന്റെ വായുന്ന ലാവണ്യ വാക്കുകളാണോ കേൾക്കുന്നത്? ഹല്ലേലൂയ. എല്ലാത്തിനും ദൈവം വേർതിരിച്ചില്ലേ? നമുക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ നാം പകൽക്കാലത്തിൽ നാം പകലുള്ള സമയത്തിൽ ഒരു ഭയമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. ഹല്ലേലൂയ. പല രാജ്യങ്ങൾക്കകത്തും അവിടുത്തെ നിയമങ്ങൾക്കും അവിടുത്തെ അധികാരങ്ങൾക്കും അവിടുത്തെ അധികാരികളും മുഖാന്തരം ദൈവമക്കൾക്ക് ആരാധിപ്പാൻ കഴിയാതെ പല സ്ഥലങ്ങളിലും അവർ രാത്രി ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. താഴ്വരയിലെ താഴ്വരയിലെ താമരപ്പൂ പോലെ അനുഭൂതി ദൈവമക്കൾ പകലിന് ആരാധിപ്പാൻ കഴിയാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ പാർട്ടികൾ, അവിടുത്തെ അരാജകത്വ നിയമങ്ങൾ മാത്രം ദൈവമക്കൾക്ക് ആരാധിപ്പാൻ കഴിയുണ്ട്. പലരും രഹസ്യത്തിൽ വീടുകൾക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന താഴ്വരയിലെ താമരപ്പൂ പോലെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം. ക്രിസ്ത്യ ജീവിതത്തിൽ ജനങ്ങൾ കാണത്തക്ക രീതിയിലുള്ള പരസ്യ ജീവിതവുമുണ്ട്, അതുപോലെ തന്നെ രഹസ്യ ജീവിതമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരസ്യ ജീവിതമുണ്ട്, രഹസ്യ ജീവിതമുണ്ട്. പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും പാപത്തിന്റെ കറകൾ യേശുവെ ചെയ്യരുത്. ഹല്ലേലൂയ. പകലുള്ള സമയത്ത് ശാരോനിലെ പനതൽ പുഷ്പം പോലെ നീക്കണം. രാത്രി സമയത്ത് മനുഷ്യനെ കാണാത്ത നിന്റെ അന്തരംഗം രഹസ്യ ജീവിതം കൊണ്ട് നിറയപ്പെട്ട അനുഭവമായിരിക്കണം. നിറയെ താഴ്വരയിലെ റോസപ്പൂ പോലെ ആയിരിക്കണം, താഴ്വരയിലെ താമര പോലെ ആയിരിക്കണം. പകല് നീ പനതൽ പുഷ്പം പോലെ മറ്റുള്ളവർക്ക് സുഗന്ധം കൊടുക്കണം. രാത്രിയിൽ താഴ്വരയിൽ താമരപ്പൂ പോലെ രാത്രി നിന്റെ അന്തരംഗം മുഴുവൻ കർത്താവിന് കൊടുക്കണം. രാത്രി നിന്റെ അന്തരംഗം കർത്താവിന് കൊടുക്കണം. അല്ല രാത്രി പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും കൊല ചെയ്യാനും ഭവനവേദന ചെയ്യാനും വ്യഭിചാരത്തിനും പോകരുതെന്ന് ചുരുക്കം പറഞ്ഞ. അങ്ങനെ പോകുന്ന നിനക്ക് നരകം. പ്രൈസലോ. അല്ലേ? രാത്രിയിൽ സഞ്ചരിക്കുന്ന സഹോദര, രാത്രിയിൽ സഞ്ചരിക്കുന്ന സഹോദരി പറയട്ടെ, ദൈവത്തെ വിട്ടിട്ട് ദൈവമില്ലാത്ത, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവം വെറുക്കുന്ന പാപത്തിൽ നീ രാത്രികാലങ്ങൾ സഞ്ചരിച്ച് നിന്റെ ജീവിതം നിത്യ നരകത്തിലേക്ക് നീ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. നിന്റെ രാത്രികാലങ്ങളിൽ അന്തരംഗം ശുദ്ധമായിരിക്കണം, നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഈ ഭദ്രത്തെ എന്താണ്? ഞാൻ ശാരൂരിലെ പനന്തൽ പുഷ്പവും താഴ്വരയിലെ താമരപ്പൂവും പോലെയാകുന്ന രണ്ടായിട്ട് തിരിച്ചു വരെ ദൈവം നമ്മെ ഭൂമി വേർതിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ലോകത്തെ വിടണം കേട്ടോ. ലോകഭോഗങ്ങളെ വിടണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ലോകത്തിലോട് സ്നേഹിച്ച് അങ്ങനെ ഉയരാൻ കഴിയത്തില്ല. നീ കർത്താവിലേക്ക് എതിർപ്പിച്ചു കൊടുക്കുക, നിന്റെ സകല കഷ്ടങ്ങളും മാറും, സകല സങ്കടങ്ങളും മാറും, സകല ദുരിതങ്ങളും കർത്താവ് മാറ്റിത്തരും. നിന്റെ ഇന്ന് നീ അനുഭവിക്കുന്ന കാണുന്നതിനെല്ലാം മറുപടി തന്ന് ദൈവം നിന്നെ മാനിച്ചുയർത്തും. നീ എവിടെയെല്ലാം തല കുലിക്കേണ്ടി വന്നോ അവിടെ ദൈവം നിന്നെ ഉയർത്തും കേട്ടോ. ഹല്ലേലൂയ. നീ ഒന്ന് വേർതിരിവാൻ, നീ ലോകത്തിൽ നിന്ന് വേർതിരിയാൻ തയ്യാറായാൽ
പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സംഗതി വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തെ വരെ ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ 800 കോടി ജനത്തിനായി എല്ലാ ഭരണാധിപന്മാരെ ന്യായാധിപന്മാരെ ക്രമസമാധാന ഭരണകത്ത് എല്ലാ സൈന്യന്മാരടക്കം സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയ രംഗങ്ങൾക്ക് സയന്റിസ്റ്റുകളടക്കമുള്ളവരെ കർത്താവേ സ്തോത്രം, എല്ലാ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാര് തീവ്രവാദികൾ ഭീകരവർഗീയവാദികൾ ശേഷത്തിൽ മാന്യത്തിൽ കൗമാരി യൗവനത്തിലും വാർത്തയ്ക്ക് നിരാരംഭത്തിലും അശ്വന യാചകർ ഓർഫനേജ് തടവറയിലായിരിക്കുന്ന മദ്യത്തിനും മയക്കും പാനും ശേഖരിക്കും അടിപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിന്റെ സുഖലോൽപ്പം കൊണ്ട് കടന്നു പോകുന്ന സകല മനുഷ്യൻ കർത്താവിന് മനസ്സാന്തരം കൊടുക്കണമേ. ഈ ലോകത്തെ വിട്ട ദൈവത്തോട് ചേർന്ന് കാഹളം കേൾക്കുവാനുള്ള ആത്മഭാരത്തോടെ ഹൃദയവാഞ്ചിയോടെ എല്ലാ ജനത്തെ ഒരുക്കണമേ. ആരും തകർന്നു പോരുന്നത് കർത്താവ്. രോഗം പോലുള്ള ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥിക്കും. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സൂര്യൻ ലോകം മുഴുവൻ ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിലവിൽ കർത്താവിന്റെ കാഹളം കേൾക്കുവാൻ ആർപ്പുടി കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു വലിയ കൂട്ടം ദൈവമക്കളുണ്ട്. അവരെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൽ ജയിലിൽ കിടക്കുന്നവരുടെ കഷ്ടസഹിതരുടെ മനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി കിടയുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. സുവിശേഷം മുഖാന്തരം പീഡ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.